ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. മഴത്തോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ബബിതയെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ബബിതയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഹരിയെ നമ്മളെല്ലാവരും ഇന്നലെ കണ്ടതാണ്. അങ്ങനെ ഹരി പറയുന്നുണ്ട് ബബിതയോട്, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ നിനക്ക് നല്ലത് മോളെ, ഞാനിത് ആരെയും കാണിക്കാനൊന്നും പോകുന്നില്ല, ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിച്ചാൽ മതി. അപ്പോൾ നീ എന്തായാലും ഒന്ന് രാത്രി ആരും കാണാതെ എൻ്റെ മുറിയിലേക്കൊന്ന് വാ എന്നൊക്കെ പറയുന്നുണ്ട് ബബിതയോട് ഹരി. അപ്പോൾ ഇത് കേട്ടിട്ട് ബബിതയ്ക്ക് ഭയങ്കര സങ്കടവും വിഷമവും എല്ലാം വരുന്നുണ്ട്, നല്ല കരച്ചിലെല്ലാം വരുന്നുണ്ട്. അവൾ ആകെ കരഞ്ഞിട്ട് ഹരിനോട് പറയുന്നുണ്ട്, ഹരിയേട്ട ഇതാരും അറിയിക്കരുത്, ഹരിയേട്ട എന്നെ സഹായിക്കണം, ഇത് ഡിലീറ്റ് ചെയ്യണം, ഹരിയേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എൻ്റെ കയ്യിലുള്ള ഗോൾഡോ പൈസയോ എന്ത് വേണമെന്ന് വെച്ചാൽ അത് മുഴുവനും ഞാൻ ഹരിയേട്ടന് തരാം, ഹരിയേട്ട ആരോടും ഇത് പറയരുത് എന്നെല്ലാം പറഞ്ഞ് വളരെ വിഷമത്തോടു കൂടി തന്നെ ഹരിയുടെ റൂമിൽ നിന്നും ബബിത തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ രോഹിത് കടന്നു വരുന്നുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ രോഹിത് ബബിതേനെ കണ്ടിട്ട്, ഇവളിതെന്താണ് ഒന്നും മിണ്ടാതെ ഒരു മൈൻഡിലാണ്ട് പോകുന്നത്, ഡി ബബിതേ എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾ ഒന്നുമില്ല എന്നും പറഞ്ഞിട്ട് തിരിച്ച് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ റൂമിൽ ചെന്ന് നിൽക്കുന്ന ബബിത ആകെ എന്താ പറയുക, ആകെ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരാണ്. അവളാകെ എന്താ പറയുക, ഹൃദയം തകർന്ന പോലെ പൊട്ടിക്കരയാണ് ബബിത അവിടെ ഇരുന്നിട്ട്. കണ്ണും മൂക്കും എല്ലാം നിറഞ്ഞിങ്ങനെ കവിഞ്ഞൊഴുകുന്നുണ്ട്. അതേപോലെ ചങ്ക് തകർന്നാണ് അവൾ കരയുന്നത്. ഇനി എന്താവും തൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് അവൾക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. ആ വീഡിയോ ഇനി എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ആക്കാതെ ബബിതയ്ക്ക് യാതൊരു സമാധാനവും ഇല്ല കേട്ടോ. അപ്പോൾ രോഹിത് നേരെ ചെല്ലുന്നത് ആരുടെ അടുത്താ, നമ്മുടെ ഹരിയുടെ റൂമിലേക്കാണ് രോഹിത് കയറി ചെല്ലുന്നത്. അപ്പോൾ രോഹിതിനെ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹരിക്കാകെ വല്ലാതെ അവയാണ്, ഇവൻ വന്നല്ലോ അങ്ങനെ ഒരു മൈൻഡ്. കാരണം ഇവനുണ്ടെങ്കിൽ ഹരി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും നടക്കില്ല എന്ന് അവന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രോഹിതിനെ ഒഴിവാക്കി വിടണം. അതിന് വേണ്ടിയിട്ട് ഇവൻ ഒരു മൈൻഡൊന്നും ഇല്ലാത്ത പോലെ, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ, അവനാകെ ഒരു എന്താ പറയുക താല്പര്യമില്ലാത്ത പോലെയും വയ്യാത്തൊരവസ്ഥയിൽ എന്ന പോലെയൊക്കെയാണ് ഒട്ടും രോഹിതിനെ മൈൻഡില്ലാത്ത പോലെ തന്നെ അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ നിനക്കെന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ലടാ, അതെ ഒരു നല്ലൊരു കോൾ ഒത്തു വന്നിട്ടുണ്ട്, അത് എങ്ങനെയെങ്കിലും കയ്യിലാക്കണം എന്നുള്ള രീതിയിലൊക്കെ ഹരി രോഹിതിനോട് സംസാരിക്കുന്നുണ്ട്. പാവൻ രോഹിത് കേട്ടോ, അവൻ അറിയുന്നില്ല സ്വന്തം അനിയത്തിയെയാണ് ഇവൻ ട്രാപ്പിലാക്കാൻ പോകുന്നത് എന്നൊന്നും നമ്മുടെ രോഹിതിന് അറിയില്ലല്ലോ. അങ്ങനെ അവന് വയ്യ, എനിക്ക് തലവേദന എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പരമാവധി അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട് ഹരി. കാരണം രോഹിത് ഇന്നിപ്പോൾ അവൻ്റെ കൂടെ ആ റൂമിലുണ്ടായി കഴിഞ്ഞാൽ ബബിതേനെ ഇവിടെ വിളിച്ചു വരുത്താനും ഇവൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ നടത്താനും ഒന്നും പറ്റില്ല എന്ന് നല്ലോണം നമ്മുടെ ഹരിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ രോഹിതിനെ നൈസായിട്ട് മുറിയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് കണ്ടപ്പോൾ രോഹിത് വേഗം എന്നാൽ ശരി എന്ന് പറഞ്ഞ് രോഹിത് മുറിയിൽ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരിക്കോ സമാധാനമായി, ഇനിയിപ്പോൾ എല്ലാം സെറ്റാണ്, ബബിത ഒന്ന് രാത്രിയായാൽ മതി വേഗം എന്നുള്ള രീതിയിൽ അവൻ ആ വീഡിയോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ സന്തോഷിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഹരി. ഇവിടെ തന്നെ നമ്മുടെ രാജീവനും ശിവനും ഭയങ്കര ഡിസ്കഷനിലാണ് കേട്ടോ. കാര്യം വേറെ ഒന്നല്ല, ഇനിയിപ്പോൾ വൈജയന്തി എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആവും, കുറച്ചാൾ കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും. അപ്പോൾ എന്തായാലും അവൾ ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവേ ഉള്ളൂ. അതുകൊണ്ട് അവളെ ബാലചന്ദ്രൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് തന്നെ അയക്കണം എന്നൊക്കെ ഉള്ള ഒരു തീരുമാനത്തിലേക്കുള്ള രീതിയിൽ സംസാരിക്കുകയാണ് നമ്മുടെ രാജീവനും ശിവനും തമ്മിൽ. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ കമല അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കമലയ്ക്കാണെങ്കിൽ ഇപ്പോൾ ആകെ എന്താ പറയുക, പിള്ളേരെയൊക്കെ ഇവിടെ നിർത്തുന്നതിനോട് കമലയ്ക്ക് ഒട്ടും താല്പര്യമില്ല. കമല പറയുന്നുണ്ട്, ഇനി എന്നാണ് ഇവരെ അവിടേക്ക് അയക്കുന്നില്ലേ, മതിയായി ഇവിടെ. അപ്പോൾ ബബിത എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ തീരെ ഒന്നും അവളെ അനുസരിക്കണില്ല, അവൾക്ക് തോന്നുന്ന പോലെ വരുന്നു, തോന്നുന്ന പോലെ ഇറങ്ങിപ്പോകുന്നു. ഇതൊന്നും ഇവിടെ പറ്റുമൊന്നുമില്ല, എനിക്ക് എല്ലാവരെയും കൂടി നോക്കാൻ പറ്റില്ല, അവരെ അവരുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചേക്ക്, ആ
ബാലചന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. ഇനിയിപ്പോൾ അതൊന്നും ശരിയാവില്ല, അവിടെ തന്നെ കൊണ്ടുപോയി ആക്കിയേക്ക് എന്നെല്ലാം കമല പറയുന്നുണ്ട്. അത് കേട്ടിട്ട് ശിവന് ദേഷ്യം വരുന്നുണ്ട്. ശിവൻ പറയണത്, ഇതാ രാജീവ നീ കേട്ടോ ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ചേച്ചി ഒന്നും മിണ്ടാതിരുന്നേ, നമുക്കതിന് എന്തെങ്കിലും തീരുമാനമൊക്കെ കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട് കേട്ടോ, പിള്ളേരുടെ പ്രായമൊന്നും അത്ര ശരിയല്ല, ഇനിയിപ്പോൾ ഇവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ, സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ എല്ലാവരും പറയുള്ളൂ, ആ ഉത്തരവാദിത്വം കൂടി നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ട വരും എന്നൊക്കെ പറയുന്നുണ്ട് കമല. അപ്പോൾ രാജീവനും ശിവനും കൂടി എന്നാൽ തീരുമാനിക്കുന്നുണ്ട്, പിള്ളേരോട് നമുക്ക് സംസാരിക്കാം, അവരുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് അവിടെ തന്നെ കൊണ്ടുവന്നാക്കണം, അവിടെ തന്നെ അവർ നിൽക്കട്ടെ, അങ്ങനെയൊക്കെ ഉള്ളൊരു തീരുമാനത്തിലൊക്കെ നമ്മുടെ ശിവനും രാജീവനും കൂടി എത്തുന്നുണ്ട്. അങ്ങനെ രാജീവൻ എന്താ അപ്പോൾ രോഹിതിനോടും നമ്മുടെ ബബിതനോടും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങളുടെ അമ്മ വന്നു കഴിഞ്ഞാൽ ഇവിടേക്കല്ല വരുന്നത്, നേരെ അച്ഛൻ്റെ വീട്ടിലേക്ക്, അവിടെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ പോകുമെന്ന് അറിയത്തില്ല, എന്നാലും അവൾ അവിടെ പോകുമോ ഇല്ലയോ എന്ന് അറിയില്ല, എങ്കിൽ പോലും നിങ്ങളെന്തായാലും നിങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകണം, നിങ്ങൾ അവിടെയാണ് നിൽക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞ് പിള്ളേരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങളിവിടെ നിന്ന് ഇനി പോകണോ, ഞങ്ങളിവിടെ നിന്ന് പോവില്ല, നിങ്ങൾ തന്നെയല്ലേ ഞങ്ങളോട് ഇവിടെ വരാൻ എന്നൊക്കെ പറഞ്ഞത്, വന്ന് താമസിക്കാൻ പറഞ്ഞത്, എന്നിട്ട് എന്താ ഇപ്പം നിങ്ങളൊക്കെ കാല് മാറിയോ, നിങ്ങളിപ്പോൾ അവളുടെ ഭാഗത്തായോ അവരുടെ ഭാഗത്തായോ, അച്ഛൻ ചെയ്ത തെറ്റുകൊണ്ടല്ലേ ഞങ്ങൾ ഇറങ്ങി പോകേണ്ട വന്നത്, ഞങ്ങളിപ്പോൾ ഇവിടെ താമസിക്കുന്നത് എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അപ്പോൾ രാജീവനാണിത് പറയുന്നത്. കാരണം ശിവന് പറയാൻ പറ്റില്ലല്ലോ, ശിവൻ്റെ വീട്ടിലാണോ പിള്ളേർ നിൽക്കുന്നത്, അപ്പോൾ ശിവനെന്ന് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അത് കാരണമാണ് രാജീവൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ രോഹിതാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും പോവില്ല, ഇതൊരിക്കലും എനിക്ക് ഞാൻ സമ്മതിക്കില്ല, അവിടേക്ക് ഒരിക്കലും ഞങ്ങളിനി എന്തായാലും ഒത്തുപോവില്ല, അച്ഛനോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല, പ്രത്യേകിച്ചും അലീന, അവളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്, ഞാൻ അങ്ങടേക്ക് ഇനി നാണം കെട്ടി ഇനി അവിടേക്ക് പോവില്ല എന്ന് രോഹിത് തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന നമ്മുടെ ഹരിക്ക് ആകെ ഒരു ഇതായിട്ടോ, കാരണം അവൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളോ ഇനി അതൊട്ടും താമസിപ്പിക്കാൻ പാടില്ല, ആ പ്ലാൻ വേഗം നടത്തണം, അങ്ങനെയുള്ളൊരു എന്താ പറയുക, ഒരു ഭയങ്കര ക്രൂക്കട്ട് മൈൻഡ് ആയിട്ടിരിക്കുകയാണ് നമ്മുടെ ഹരി. ഇനി എന്തായാലും ഇതൊട്ടും താമസിക്കാൻ പറ്റില്ല, അവരിവിടെ നിന്ന് എന്തായാലും പോകും എന്ന് അവന് മനസ്സിലായി. അപ്പോൾ പോകുന്നതിന് മുമ്പ് എന്തായാലും അവൻ്റെ പ്ലാൻ നടത്തണം എന്നും വിചാരിച്ചിട്ടാണ് അവൻ നിൽക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രി അവളോട് റൂമിൽ വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൾ വരട്ടെ, ഇതുപോലെ ഇനി നല്ലൊരവസരം എനിക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇന്ന് എന്തായാലും കാര്യം നടത്തണം എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ഹരി. അങ്ങനെ എന്താ പറയുക, റൂമിലിരുന്ന് നല്ലോണം പൊട്ടി കരഞ്ഞ് ബബിത എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ഹരി പറഞ്ഞ പോലെ കേൾക്കാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല, അവൻ മുറിയിലേക്ക് വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ച് തീരുമാനിക്കാമെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവിടേക്ക് ചെല്ലാം എന്നൊക്കെ വിചാരിച്ച് അവളിങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഡിലേറ്റ് ചെയ്യിപ്പിക്കണം ഹരിയേട്ടനെ കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് രാത്രിയായിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ചിട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പതുക്കെ പമ്മി ഒരു എന്താ പറയുക, കള്ളം ചെയ്യുന്ന ഒരു കുട്ടിയുടെ ഭാഗത്തോടുകൂടി തന്നെ പോവുകയാണ് നമ്മുടെ ബബിത. ഹരിയുടെ റൂമിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് ഡോറിൽ മുട്ടുമ്പോൾ തന്നെ നമ്മുടെ ഹരി വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ ഹരി വാ ബബിതേ എന്നും പറഞ്ഞുകൊണ്ട് വേഗം അവളെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. റൂമിനകത്ത് കയറുന്ന ബബിതയ്ക്ക് ആകെ ഒരു പേടിയും പരവശവും വെപ്രാളോ എല്ലാം തോന്നുന്നുണ്ട്. അവളാകെ ആ മുറിയൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്, സൂക്ഷിച്ചൊക്കെ മുറിയൊക്കെ അവളിങ്ങനെ നോക്കുന്നുണ്ട്. പേടിച്ചാകെ വല്ലാത്ത അവസ്ഥയിലാണ് അവൾ നിൽക്കുന്നത്. അങ്ങനെ അവൾ ഹരിയോട് പറയുന്നുണ്ട്, ഹരിയേട്ടാ ആ വീഡിയോ എങ്ങനെയെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യണം ഹരിയേട്ടാ, ഹരിയേട്ടൻ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ തരാം ഹരിയേട്ടാ, ഹരിയേട്ടൻ ആ വീഡിയോ ആരെയും കാണിക്കരുത്, ഇനി ഞാനിങ്ങനെ ഒന്നും ആവർത്തിക്കില്ല പ്ലീസ് ഹരിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് ഹരിയുടെ കാല് പിടിക്കുന്നുണ്ട് ബബിത. അപ്പോൾ ഹരി പറയുന്നുണ്ട്, നീ എന്താടി പറയുന്നേ ബബിതേ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞാൽ ഇത് ഒരാളറിയാൻ പോകുന്നില്ല, ഒരു ചെവി പോലും ഇതറിയില്ല, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ
പഠിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട് ഹരി. എന്നിട്ട് ഹരി ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ +2 തുടങ്ങിയ പരിചയമല്ലേ? അപ്പോൾ അത്യാവശ്യം നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടല്ലേ? നിങ്ങൾ നല്ല ക്ലോസ് ആണല്ലേ? നിങ്ങൾ ഡീപ്പായിട്ട് ഇടപഴകാറുണ്ടല്ലേ ഡി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബബിതയോട്. അപ്പോൾ ബബിത പറയണ്ടേ, ഇല്ല ഹരിയേട്ടാ, അങ്ങനെയൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹരി ചോദിക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഡി ഈ വീഡിയോയിൽ പിന്നെ ഞാനിതെന്തെന്നാ കാണുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹരി. അപ്പോൾ പിന്നെ ബബിത പറയുന്നുണ്ട്, ഹരിയേട്ടാ, ഹരിയേട്ടന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, എൻ്റെ ഗോൾഡ് മുഴുവൻ തരാം, എനിക്കുള്ള എൻ്റെ കയ്യിലുള്ള പൈസ അത് ഞാൻ മുഴുവനും ഞാൻ ഹരിയേട്ടന് തരാം ഹരിയേട്ടാ, ഹരിയേട്ടൻ പ്ലീസ് അതൊന്ന് ഡിലീറ്റ് ചെയ്യ് ഹരിയേട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മോളെ എനിക്ക് ഗോൾഡോ സ്വർണ്ണോ ഒന്നും വേണ്ട, അതൊക്കെ ദാ ഇവിടെ ഇല്ലേ, ഇവിടെ അവിടത്തെ പോലെ തന്നെ ഇവിടെയും ആവശ്യത്തിൽ കൂടുതൽ അതൊക്കെ ഇവിടെ എനിക്കും ഉണ്ട്, എനിക്ക് വേണ്ടത് അതൊന്നുമല്ല, എനിക്ക് വേണ്ടത് ഞാൻ എന്താണെന്ന് പറയാം, നീ അത് സമാധാനമായിട്ട് കേൾക്കുമെന്ന് പറയുന്നുണ്ട് ഹരി. അപ്പോൾ അവൻ പറയാൻ പോകുന്ന എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും നല്ല പോലെ അറിയാം. പാവം ബബിത, ഇവൻ അവളുടെ മുഖത്ത് നോക്കി അവളോട് പറയുന്നുണ്ട്, ബബിതേ, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് നിന്നെ വേണം, വേറെ ആരും അറിയില്ല, നമ്മൾ മാത്രം ഇതറിഞ്ഞാൽ മതി, നിന്നെ എനിക്ക് വേണം, നീ അതിന് സമ്മതിക്കണം എന്ന് പറയുന്നുണ്ട് ഹരി. നീ നിൻ്റെ കാമുകനായിട്ട് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെയൊക്കെ തന്നെ ചെയ്താൽ മതി, എനിക്ക് നീ ഇന്ന് എന്തായാലും നിന്നെ വേണം, അങ്ങനെ തന്നെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ബബിതയോട്. ഇത് കേട്ടിട്ട് ബബിതയ്ക്ക് ആകെ ഷോക്കാവാണ്. അവളാകെ വിഷമത്തിലും സങ്കടത്തിലും, ഹരിയേട്ടൻ എന്താണിത് പറയുന്നത്, ഹരിയേട്ടൻ നമ്മൾ ആരാണെന്ന് അറിഞ്ഞൂടെ, ഞാൻ ഹരിയേട്ടൻ്റെ ആരാണ്, ഇങ്ങനെയൊക്കെ പറയാമോ, ഞാൻ ഹരിയേട്ടൻ അനിയത്തിയെ പോലെ കാണേണ്ടതല്ലേ ഹരിയേട്ടാ, ഇങ്ങനെയൊന്നും പറയരുത് പ്ലീസ് ഹരിയേട്ടാ എന്നും പറഞ്ഞിട്ട് അവൾ കിടന്ന് കരയുന്നുണ്ട്. പക്ഷേ ഹരി ഇതൊന്നും സമ്മതിക്കുന്നില്ല. ഹരി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഈ വീഡിയോ നാളെ എല്ലാവരെയും ഞാൻ കാണിക്കും എന്ന് പറയുന്നുണ്ട് ഹരി. പാവം ബബിത വീഡിയോ എന്തായാലും ഡിലീറ്റ് ചെയ്യേണ്ടത് അവളുടെ ആവശ്യമാണല്ലോ. അങ്ങനെ അവൾ എന്താ പറയുക, ഹരിനോട് സമ്മതിച്ചു എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ബബിതേ നീ അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, പിന്നെ ഇതിപ്പോൾ ഇന്നിങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇനി നീ നിൻ്റെ ആ പഴയ തെറ്റൊന്നും ആവർത്തിക്കരുത് കേട്ടോ ബബിതേ, നീ ഇനി അതൊന്നും ചെയ്യാനൊന്നും പാടില്ല, ഇനി ഇങ്ങനെയൊന്നും നടക്കരുത്, നല്ല രീതിയിലൊക്കെ നടക്കണം കേട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ഹരി ബബിതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷേ ബബിത ആരാ മോള്, അവളിങ്ങനെ പേടിച്ചും വിഷമിച്ച് സങ്കടത്തോടെയും ഇരിക്കുകയാണ് എങ്കിൽ പോലും അവൾ പെട്ടെന്നാണ് അവൾക്കൊരു ബുദ്ധി തോന്നിയത്. ഇവനെ വേഗം, അപ്പോൾ ആ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ വേഗം തന്നെ അവനെ തട്ടി മാറ്റി അവൻ്റെ ആ ഫോണും എടുത്തിട്ട് അവൾ ഡോറും തുറന്ന് റൂമിൽ നിന്ന് എന്താ പറയുക, അവളുടെ ജീവനും കൊണ്ട് ഓടിപ്പോകുന്ന പോലെ അവൾ ഓടി രക്ഷപ്പെടുകയാണ് അവളെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ഇത് പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത്. ഹരിക്ക് എന്താ പറയുക, കണ്ണ് തുറന്ന് അവന് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് മുമ്പേ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നമ്മുടെ ബബിത സ്റ്റെയർ ഓടിച്ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നു അവൾ. അങ്ങനെ പുറകെ തന്നെ നമ്മുടെ ഹരി, ഡി ബബിത നിക്കടി എന്ന് പറഞ്ഞിട്ട് അവൻ ദേഷ്യത്തിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇപ്പോൾ അവളുടെ പുറകെ ഓടുന്ന ഹരിനെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ബബിത ആൾ കൊള്ളാം, പക്ഷേ ഇതിനിപ്പോൾ എന്തായാലും ഇവർ ഓടി ഇറങ്ങി ബഹളമായി, വീട്ടിലെല്ലാവരും ഇതറിയോ എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് ഡെയ്സിയുടെയും മാമച്ചൻ്റെയും രേവതിയുടെയും വിശേഷമാണ് നമ്മളെ അടുത്തതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അവിടെ രേവതിയുടെ വീട്ടുകാരെ, രേവതിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെയ്സിയും മാമച്ചനും ഇന്ന് കൊണ്ടുപോവാണല്ലോ. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് ഡെയ്സി മാമച്ചനോട് പറയുന്നുണ്ട്, മാമച്ചായ, നമ്മളിപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ രേവതി ആരാണെന്നുള്ള കാര്യം ആരോടും പറയരുതെന്നൊക്കെ പറയണം കേട്ടോ, ഇതാരും അറിയാൻ പാടില്ല, നമുക്കിപ്പോൾ ആകെ ഉള്ളത് അവളാണ്, ഇനിയിപ്പോൾ അവളെയും കൂടി നമുക്ക് നഷ്ടപ്പെടാൻ വയ്യ, അവൾ ആരാണ് എന്താണെന്നുള്ളതൊന്നും അറിയരുത്, നമുക്ക് അവളെ വേണം, അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അങ്ങനെ സംസാരിക്കണം എന്നൊക്കെ പാവം ഡെയ്സി മാമച്ചനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ പോകുവാനായിട്ട് നമ്മുടെ രേവതി നല്ലോണം ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് സ്റ്റെയർ ഇറങ്ങി വരുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഡെയ്സി ഇങ്ങനെ തന്നെ രേവതിനെ നോക്കി നിൽക്കുന്നുണ്ട്. ആഹാ, നല്ല അടിപൊളിയായിട്ട് പാറിപ്പറന്നിട്ട് എവിടേക്ക് പോവാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ പറയണ്ട, പിന്നെ പാറിപ്പറന്ന് നടക്കണ്ടേ, ഞാൻ നല്ല സുന്ദരിയായിട്ടിരിക്കണ്ടേ, നിങ്ങളുടെ കൂടെയല്ലേ ഞാനും വരുന്നേ, അപ്പോൾ പിന്നെ ഞാനും നല്ല സുന്ദരിയായിട്ടിരിക്കണ്ടേ, നിങ്ങളല്ലേ എന്നെ നോക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് രേവതി.
അപ്പോൾ ഡെയ്സി പറയുന്നുണ്ട്, ആ എങ്ങനെ ഇരുന്ന ആളാ, കൊഞ്ചു പോലെ ഇരുന്നതാ കണ്ടോ, ഇപ്പം നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, ആ പിന്നെ അല്ലാതെ ഞാൻ ആരുടെ മോളായിപ്പോ, പിന്നെ ഞാൻ അടിപൊളിയായിട്ട് നടക്കണ്ടേ എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. ഞാൻ നല്ലൊരു ഡ്രസ്സ് ഇടാൻ തുടങ്ങിയതും ഗോൾഡ് ഇടാൻ തുടങ്ങിയതും പിന്നെ നല്ലൊരു ഊണുമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും എല്ലാം ഇവിടെ വന്നിട്ടല്ലേ. ഞാൻ നിങ്ങളെ ഒന്നും മറക്കില്ല, എനിക്ക് നിങ്ങളെയൊക്കെ അത്രയ്ക്കിഷ്ടമാണ് എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഡെയ്സിക്ക് അപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഓ അവൾക്ക് ഞങ്ങളോട് നല്ല സ്നേഹമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ ഡെയ്സിക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. എന്നെ കൈക്കുഞ്ഞായപ്പോൾ ഉപേക്ഷിച്ച് പോയതല്ലേ എൻ്റെ വീട്ടുകാരെല്ലാവരും, അവരുടെ അടുത്തേക്കൊന്നും ഞാൻ ഒരിക്കലും പോകില്ല. എനിക്ക് ഇനി നിങ്ങളെ മതി, നിങ്ങളെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും എവിടേക്കും പോകില്ല എന്ന് പറയുന്നുണ്ട് രേവതി. അത് കേൾക്കുമ്പോൾ ഡെയ്സിക്ക് ഭയങ്കരമായിട്ട് സ്നേഹവും സന്തോഷവും എല്ലാം തോന്നുന്നുണ്ട്. രേവതി എവിടേക്കും പോവില്ല, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഡെയ്സി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത പുത്തൻ മഴതോരും മുമ്പേടെ പുത്തൻ അടുത്ത വിശേഷമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.